വെൽക്കം ടു ഈസി മാത്സ്. നമ്മൾ ഇന്നിവിടെ ക്ലാസ് 9-ലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ബേസിക് ടേംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ലൈൻസ് ആൻഡ് ആംഗിൾസ് പേരിൽ തന്നെ നമുക്കറിയാം, ലൈൻസും ആംഗിൾസും ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ലൈൻസ് ഉണ്ട്, അതിൽ ആംഗിൾസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആംഗിൾസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആംഗിൾസ് എന്താണ്? ഫസ്റ്റ് ആംഗിൾ ഈസ് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്താണ്? അക്യൂട്ട് ആംഗിൾ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള 0യ്ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. അല്ലേ? എവിടെ നിൽക്കണം? 0യ്ക്കും 90ക്കും ഇടയ്ക്കുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. അടുത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ. എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ? അത് നമുക്കറിയാം. 90യേക്കാൾ കൂടുതലായിരിക്കണം, എന്നാൽ 180യിൽ താഴെ ആയിരിക്കണം. 90യേക്കാൾ കൂടുതലും 180യിൽ താഴെയുമുള്ള ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അല്ലേ? അതായത് 90ക്കും 180ക്കും ഇടയ്ക്കായിരിക്കണം ആംഗിൾ മെഷർ. 90ക്കാട്ടിൽ എബോവ് ആയിരിക്കണം, 180യിൽ താഴെ ആയിരിക്കണം ആംഗിൾ മെഷർ. അത്തരം ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അടുത്തത് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ ഇത് നമുക്കറിയാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്കറിയാം. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അല്ലേ? അപ്പോൾ 180 ഡിഗ്രി മെഷറുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. കറക്റ്റ് 180 ഡിഗ്രി, അത് ലൈൻസ് ബിറ്റ്വീൻ ഒന്നുമില്ല. കറക്റ്റ് 180 ഡിഗ്രി മെഷർ ആണെങ്കിൽ ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? സ്ട്രെയിറ്റ് ആംഗിൾ. നെക്സ്റ്റ് ഈസ് ഏതായിരുന്നു? റിഫ്ലെക്സ് ആംഗിൾ. റിഫ്ലെക്സ് ആംഗിൾ എന്താണ്? റിഫ്ലെക്സ് ആംഗിൾ റിഫ്ലെക്സ് ആംഗിൾ മീൻസ് 180 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്ക് നിൽക്കുന്ന, ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കണം, എന്നാൽ ലെസ് ദാൻ 360 ആയിരിക്കണം. 180 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആംഗിൾ. അപ്പോൾ നമ്മൾ ആംഗിൾസ് എന്താണെന്ന് മനസ്സിലാക്കി. അക്യൂട്ട് ആംഗിൾ പഠിച്ചു, ഒബ്റ്റ്യൂസ് ആംഗിൾ പഠിച്ചു, സ്ട്രെയിറ്റ് ആംഗിൾ പഠിച്ചു, റിഫ്ലെക്സ് ആംഗിൾ പഠിച്ചു. ഒരു ആംഗിൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതായിരുന്നു? റൈറ്റ് ആംഗിൾ. ഏതാംഗിളാണ്? റൈറ്റ് ആംഗിൾ. അതായത് നമുക്കറിയാം, ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ, ആംഗിളിന്റെ മെഷർ ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലെക്സ് ആംഗിൾ, റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കോംപ്ലിമെന്ററി ആംഗിൾസ്. എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾസ്? Sum of two angles 90 degree is called complementary angles. അതായത് രണ്ട് ആംഗിളിന്റെ സം 90 കിട്ടുകയാണെങ്കിൽ, രണ്ട് ആംഗിളിന്റെ സം നമുക്ക് 90 കിട്ടുകയാണെങ്കിൽ ആ ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. രണ്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ആണ് അതിന്റെ ആൻസർ കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? these two angles are complementary. അതായത് ഈ രണ്ട് ആംഗിളും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറയാം. അടുത്തത് സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് സം ഓഫ് ടു ആംഗിൾസ് 180 ഡിഗ്രി. അതായത് സം ഓഫ് ടു ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. രണ്ട് ആംഗിളിന്റെ സം നമുക്ക് 180 ഡിഗ്രിയാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്കിൽ, എക്സാമ്പിൾ 100 പ്ലസ് 90, രണ്ട് ആംഗിൾ തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? these two angles are supplementary angles. ഈ ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് സപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസും എന്താണെന്ന് മനസ്സിലായല്ലോ.
കോംപ്ലിമെന്ററി മീൻസ് രണ്ട് ആംഗിളിന്റെ സം 90, സപ്ലിമെന്ററി രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി. ഇതാണ് കോംപ്ലിമെന്ററിയുടെയും സപ്ലിമെന്ററിയുടെയും പ്രത്യേകത. അടുത്തത് ലീനിയർ പെയർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ലീനിയറിൽ തന്നെ വാക്ക് മീനിങ് ഉണ്ട്, ലൈൻ അല്ലേ. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ്, ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ്. സോ ഇതൊരു ലൈനാണ്, അതിൽ ഒരു കോമൺ ആം ഉണ്ട്. അപ്പോൾ ഫോം ചെയ്യുന്ന അഡ്ജസന്റ് ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസ് കാണുന്നുണ്ടല്ലോ. ഇതൊരു ലൈനാണ്. ആ ലൈനിൽ ലൈൻ എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി ഇസ് എ ലൈൻ. അതിലെ ആമാണ് ഒ സി എന്നിരിക്കട്ടെ. അപ്പോൾ ഫോം ചെയ്യുന്ന രണ്ട് അഡ്ജസന്റ് ആംഗിൾസിനെ കണ്ടല്ലോ. ഒന്ന് ഈ ആംഗിളും മറ്റേത് ഈ ആംഗിളും. ഈ രണ്ട് ആംഗിളിന്റെ സം 180 ആയിരിക്കും. ഈ രണ്ട് ആംഗിളിന്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിളിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ. എന്താണ്? ലീനിയർ പെയർ. അടുത്തത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ലൈൻ എ ബി, ലൈൻ ബി സി ഡി. സോ എ ബിയും സി ഡിയും എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ്, രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ്, ഈ ലൈൻ ഈ ആംഗിളും ഈ ആംഗിളും വെർട്ടിക്കൽ ആംഗിൾസ് ആണ്. ഇതിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ ആംഗിളും ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. മനസ്സിലായല്ലോ? ലീനിയർ പെയറും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും. അടുത്തത് നമ്മൾ ഒരു തിയറമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നമ്മളിപ്പോ പഠിച്ചായിരുന്നു, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്നല്ലേ. രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. എന്നാൽ തിയറം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, നോക്കുക. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ then vertically opposite angles are equal. രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, നോക്കുക ഫിഗർ, രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി, രണ്ട് പേര് കൊടുക്കാം സി ഡി അല്ലേ. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. തിയറം ഇതാണ് പറയുന്നത്. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ, രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നു, then vertically opposite angles are equal. അപ്പോൾ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കുക, ഒരു തിയറത്തിന് മെയിൻ ആയിട്ട് വരുന്നത്, ഇങ്ങോട്ട് നോക്കുക, ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു തിയറം എഴുതുമ്പോൾ ഫസ്റ്റ് വൺ ഗിവൺ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഗിവൺ. ഗിവൺ മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തിയറത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ഗിവൺ ആയിട്ട് നമ്മൾ എഴുതുന്നത്. രണ്ടാമതായിട്ട് ടു പ്രൂവ്, നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതാണ് ടു പ്രൂവ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഗിവൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലേ. നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നു. ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് എ പോയിന്റ് O എന്നാണ് നമ്മൾ ഗിവണിൽ എഴുതുന്നത്. എന്നാൽ ടു പ്രൂവിനകത്ത് നമ്മൾ എന്തെഴുതും? എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം.
ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. അതാണ് ടു പ്രൂവ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് എന്തെങ്കിലും എക്സ്ട്രാ കൺസ്ട്രക്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നുമില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വരുന്നത് പ്രൂഫ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രൂഫ്. അതായത് നമ്മൾ തെളിയിക്കാൻ പോകുന്നു. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ തെളിവ് നമ്മൾ എഴുതാൻ പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു തിയറത്തിന് വേണ്ട സംഗതികളാണ് ഗിവൺ വേണം, ടു പ്രൂവ് വേണം, പിന്നെ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ അത് എഴുതണ്ട. അടുത്തത് പ്രൂഫ്, പിന്നെ കൺക്ലൂഷൻ. എന്താണോ ഫൈനലൈസ് ചെയ്യുന്നത് അതാണ് നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോകാം. ആദ്യം നമ്മൾ ഗിവണിന്റെ ഭാഗത്തായിട്ട് എഴുതും. എന്തെഴുതും? ഗിവൺ two lines intersect each other at a point O. കാണുന്നുണ്ടല്ലോ? Two lines intersect each other at a point O. രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നു O എന്ന് പറയുന്ന പോയിന്റിൽ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതും ടു പ്രൂവ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആംഗിൾസിനെ ഒന്ന് എടുത്തെഴുതാം. ഏതൊക്കെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? ആംഗിൾ AOD is equal to അതിന്റെ വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ BOC. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു പെയർ കിട്ടി. അടുത്ത വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഏതൊക്കെയാണ്? ആംഗിൾ AOC is equal to ആംഗിൾ BOD. ഇതാണ് മറ്റേ പെയർ ആംഗിൾസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് ആംഗിൾ AOD is equal to ആംഗിൾ BOC and ആംഗിൾ AOC is equal to ആംഗിൾ BOD. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് എഴുതും? ഇത്രയും എഴുതി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലായിട്ട് എന്താണ് എഴുതാൻ പോകുന്നത്? പ്രൂഫാണ് എഴുതാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം. പ്രൂഫ് എഴുതാൻ പോവാണ്. ആദ്യം ഞാൻ എടുക്കുന്നത് ഓൺ ലൈൻ AB എന്ന് പറയുന്ന ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൺ ലൈൻ AB എന്ന് പറയുന്ന ലൈൻ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. AB എന്ന് പറയുന്ന ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, ഈ ആംഗിളിനും ഒരു പ്രത്യേകതയുണ്ട്. AB ഒരു ലൈനാണ്. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ആയിരിക്കും അല്ലേ? ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ് എന്തായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്? സം 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലീനിയർ പെയർ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്യാം? AB എന്ന് പറയുന്ന ലൈനിൽ രണ്ട് ആംഗിളാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. ഈ രണ്ട് ആംഗിളിന്റെ സമ്മിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. നോക്കിക്കേ, ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD. ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD എന്തെഴുതാം? 180 ഡിഗ്രി. റീസൺ എന്തെഴുതും? ലീനിയർ പെയർ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായല്ലോ? AB എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിൽ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. ആ രണ്ട് ആംഗിളിന്റെ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180 എന്ന് എഴുതാം. റീസൺ എന്തെഴുതും? ബ്രാക്കറ്റിൽ ലീനിയർ പെയർ. ലീനിയർ പെയർ ആക്സിം അനുസരിച്ചാണ് അത് നമ്മൾ 180 എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായല്ലോ? ഇനിയും അടുത്ത ലൈൻ ഓൺ ലൈൻ CD എടുക്കുന്നു. ഓൺ ലൈൻ CD എന്ന് പറയുന്ന ലൈനാണ് ഞാൻ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അങ്ങനാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഈ ലൈനാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ. നോക്കിക്കേ, ഈ ലൈനിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഈ ആംഗിളും. അങ്ങനാണെങ്കിൽ ഞാൻ ലീനിയർ പെയർ അനുസരിച്ച് എനിക്ക് എന്തെഴുതാം? ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്തെഴുതാം? ലീനിയർ പെയർ എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇക്വേഷൻ നമ്പർ 2. ഞാൻ
കൺസിഡർ ചെയ്ത ലൈൻ സി ഡി ആണ്. ആ സി ഡി എന്ന് പറയുന്ന ലൈനിൽ 2 ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ 2 ആംഗിളിന്റെ സമ്മിനെ ഞാൻ എന്ത് എഴുതുന്നു? 180 എന്ന് എഴുതുന്നു. AOC പ്ലസ് ആംഗിൾ AOD is equal to 180. റീസൺ എന്ത് എഴുതാം? ലീനിയർ പെയർ. നോക്കുക, ഫ്രം 1 and 2 ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കുക. നോക്കിക്കേ, രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ? രണ്ട് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 180 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആയതുകൊണ്ട് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം. ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD is equal to ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD എന്ന് എഴുതാം. കണ്ടല്ലോ? നോക്കുക, രണ്ടിടത്തും ഈക്വൽ ടു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും AOD എന്ന് പറയുന്ന ആംഗിൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് ക്യാൻസൽ ആയി പോകും. ഒരേപോലെ ഈക്വൽ ടു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആക്കാൻ പറ്റും. സോ ബാക്കി എന്ത് വരും? ആംഗിൾ BOD is equal to ആംഗിൾ AOC. നോക്കിക്കേ, ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണോ നോക്കിയേ. ആംഗിൾ BOD is equal to ആംഗിൾ AOC. കണ്ടല്ലോ, ഒരു പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത പെയർ ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും മനസ്സിലായല്ലോ? ഒരു പെയർ പ്രൂവ് ചെയ്ത മനസ്സിലായല്ലോ. ഇനിയും അടുത്ത പെയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, നമുക്ക് വേണ്ടത് ഇനിയും ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് കൊണ്ടുവരേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കുക. നമുക്കിനിയും അടുത്ത പാർട്ടായ ആംഗിൾ BOCയും ആംഗിൾ AODയുമാണ് ഈക്വൽ ആണെന്ന് കൊണ്ടുവരേണ്ടത്. അതിന് നോക്കുക, ഞാൻ എടുക്കുന്ന നോക്കുക. ഓൺലൈൻ AB എടുക്കുന്നു. നേരത്തെ എടുത്തതുപോലെ തന്നെ ഓൺലൈൻ AB എടുക്കുന്നു. AB എന്ന് പറയുന്ന ലൈൻ ഞാൻ എടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? AB എന്ന് പറയുന്ന ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. നോക്കിക്കേ, AB എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ വേണ്ട ഈ രണ്ട് ആംഗിൾസിനെയാണ് എടുക്കാൻ പോകുന്നത്. ഈ ലൈന് താഴെ വരുന്ന രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ആണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് എന്ത് എഴുതാം? ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC is equal to 180 എന്ന് എഴുതാം. എന്താണ് റീസൺ? ലീനിയർ പെയർ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? എന്തെഴുതാം? ലീനിയർ പെയർ. AB എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ എടുത്തത് ഈ രണ്ട് ആംഗിൾ ആണ്. ഇത് രണ്ടും പെയർ ഓഫ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ AOC പ്ലസ് ആംഗിൾ BOC എന്ന് എഴുതുന്നു. 180 എന്ന് എഴുതുന്നു. റീസൺ ഞാൻ ലീനിയർ പെയർ എന്ന് എഴുതുന്നു. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് 3 ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നു. അടുത്തത് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ലൈൻ CD ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. CD എന്ന് പറയുന്ന ലൈനാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കാണുന്നുണ്ടല്ലോ? CD എന്ന് പറയുന്ന ലൈനിൽ ഞാൻ ഈ രണ്ട് ആംഗിൾസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ is equal to ഞാൻ 180 എന്ന് എഴുതുന്നു. ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD is equal to 180 എന്ന് എഴുതുന്നു. റീസൺ എന്താണ്? ലീനിയർ പെയർ എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? അതായത് CD എന്ന് പറയുന്ന ലൈനിലെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ആണ്. സോ ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD is equal to 180. ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫ്രം 3 and 4 നോക്കിക്കേ, 3ന്റെ 4ന്റെ ഇക്വേഷന്റെ പ്രത്യേകത രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് 180 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം. നോക്കിക്കേ, ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC is equal to ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്കുക, രണ്ട് ഇക്വേഷന്റെയും രണ്ട് സൈഡിലും എന്തുണ്ട്? ആംഗിൾ AOC വന്നിട്ടുണ്ട്, പൊതുവായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും AOC ഉണ്ട്, ഇവിടെയും AOC ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ആംഗിൾ BOC is equal to ആംഗിൾ AOD. കണ്ടല്ലോ? അടുത്ത പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കിട്ടിയേക്കുന്നത് ഈക്വൽ ആണെന്ന്. അപ്പൊ നമ്മൾ രണ്ട് കേസ് എടുത്ത് രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ തിയറം എന്താണ് പറഞ്ഞേക്കുന്നത്? രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്നാണ് തിയറം പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊണ്ടുവരാം? ഹെൻസ്
the vertically opposite angles are equal എന്ന് എഴുതാം. Hence vertically opposite angles are equal എന്ന് എഴുതാം. vertically opposite angles are equal എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇതാണ് തിയറം പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറം നമുക്ക് ഇനി വരുന്ന പ്രോബ്ലത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.